ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരനെ സ്റ്റേഷനിൽ നിന്നും ദേവിക വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ദേവികയും സിദ്ധുവും കൂടി. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും മനോഹരനെ കണ്ടപ്പോൾ അത്രയ്ക്ക് പിടിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ഇവനെ നീ പുറത്തിറക്കി കൊണ്ടുവന്നല്ലേ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ പുറത്തിറക്കി കൊണ്ടുവരാൻ ഓരോ വക്കീലന്മാരുമുണ്ട്. അപ്പോൾ ദേവിക പറയണേ, എന്താണ് മുത്തശ്ശി ഈ പറയുന്നത്? അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പോലീസിൽ മനസ്സിലായതുകൊണ്ടാണ് അച്ഛനെ അവർ വെറുതെ വിട്ടത്. നിനക്ക് എപ്പോഴും സഹായിക്കാൻ ഒരു വക്കീലുമുണ്ടല്ലോ നിന്റെ കയ്യിൽ. ഇവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാടി തെറ്റ് ചെയ്തത്? പാർവതിയോട് തെറ്റ് ചെയ്തത് പിന്നെ ഞാനാണോ? അമ്മയെ കാണാത്തതിന്റെ പേരിൽ ഞങ്ങൾക്കുമുണ്ട് വിഷമം എന്ന് കരുതി ഒരു തെറ്റും ചെയ്യാത്ത അച്ഛനെ കുരുതി കൊടുക്കണമെന്നാണോ? അപ്പോൾ മനോഹരൻ പറയണേ, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണ് എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്ന് നിങ്ങളൊക്കെ കാണണം. അപ്പോൾ മുത്തശ്ശി പറയണേ, എങ്ങനെയാടാ നിന്നെ കുറ്റപ്പെടുത്താതിരിക്കുക? ഞങ്ങൾ പറയുന്നത് എന്തെങ്കിലും നീ ഇതുവരെ അനുസരിച്ചിട്ടുണ്ടോ? അപ്പോൾ മനോഹരൻ പറയണേ, അമ്മയ്ക്കതിന് ഞാൻ പറയുന്നതും ദേവിക മോള് പറയുന്നതും വിശ്വാസമില്ലല്ലോ. ആ ശരത്ത് പറയുന്നതല്ലേ അമ്മയ്ക്ക് വിശ്വാസം. പിന്നെ എങ്ങനെയാണ് അമ്മയും പാർവതിയും പറയുന്നത് ഞാൻ അനുസരിക്കുക? നിങ്ങൾ പറയുന്നത് ശരിയാണോ? പിന്നെ എങ്ങനെയാണ് ഞാൻ അത് അനുസരിക്കുക? ഇപ്പോഴും പാർവതിയെ കാണാത്തത് ശരത്ത് അവളോടുള്ള സ്നേഹം കൊണ്ടാണ് പരാതി കൊടുത്തത് എന്നാണോ അമ്മ കരുതിയത്? അതേടാ, പാർവതിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ശരത്ത് പരാതി കൊടുത്തത്. നിങ്ങൾ എത്ര തന്നെ ശരത്തിനെ കുറ്റപ്പെടുത്തിയാലും ഞാൻ അതൊന്നും വിശ്വസിക്കില്ല. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കണ്ണും പൂട്ടി വിശ്വസിക്കാനേ ഞാൻ പൊട്ടിയൊന്നുമല്ല. അപ്പോൾ ദേവിക പറയണ, മുത്തശ്ശി എന്താണ് കരുതിയിരിക്കുന്നത്? അച്ഛനെതിരെ അവനിപ്പോൾ ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് തന്നെ എല്ലാവർക്കും മുന്നിൽ അച്ഛനെ നാറ്റിക്കാൻ വേണ്ടിയും ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുമാണ്. അതാണ് അവൻ്റെ ലക്ഷ്യം. അതൊന്നും മുത്തശ്ശി മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എന്നെ മനസ്സിലാക്കാൻ നീ നോക്കിക്കണ്ട. നീ അങ്ങനെ ശരത്തിനെ കുറ്റപ്പെടുത്തിയാലും ഞാൻ അതൊന്നും വിശ്വസിക്കില്ല. ശരത്ത് നല്ലവൻ തന്നെയാണ് എന്നും പറഞ്ഞിട്ടാണ് മുത്തശ്ശി അകത്തു പോകുന്നത്. അപ്പോൾ സിദ്ധു പറയണ, മുത്തശ്ശിയുടെ മനസ്സൊന്നും അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. അവരൊക്കെ ശരത്തിനെ അത്രയ്ക്ക് വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ സിദ്ധു പോകാൻ നിൽക്കുമ്പോൾ ദേവിക നന്ദി പറയുകയാണ്. എന്തിനാണ് ദേവിക എന്നോട് നന്ദി പറയുന്നത്? അല്ല, എൻ്റെ കൂടെ നിന്നതിനും അച്ഛനെ പുറത്തിറക്കാൻ സഹായിച്ചതിനും. അപ്പോൾ സിദ്ധു പറയാണ്, ഇതെൻ്റെ കടമയല്ലേ അച്ഛനെ പുറത്തിറക്കുക എന്നുള്ളത് എന്നും പറഞ്ഞിട്ടാണ് സിദ്ധു പോകുന്നത്. ഈ സമയം പ്രേമയുടെ കയ്യിലുള്ള വളയും മാലയും ഒക്കെ ഊരിയെടുക്കുകയാണ് ചന്ദ്ര. അപ്പോഴത്തേക്കും ശരത്ത് കാറുമായിട്ട് വരികയാണ്. എന്നിട്ട് ചന്ദ്ര പെട്ടെന്ന് പ്രേമയെ കൊണ്ടുപോകാൻ പറയട്ടോ. അപ്പോൾ ശരത്ത് മൂക്കിലിങ്ങനെ വിരൽ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഇവർ മരിച്ചിട്ടില്ല. അപ്പോൾ ചന്ദ്ര പറയണേ, ഇവരെ കുറച്ച് നാളത്തേക്ക് ഇനി പുറം ലോകം കാണിക്കരുത്. ശരത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇവരെ ഒളിപ്പിച്ച് വെക്കണം. അപ്പോൾ ശരത്ത് പറയണേ, അങ്ങനെ പെട്ടെന്നൊന്നും ഒളിപ്പിച്ച് വെക്കാനൊന്നും കഴിയില്ല. കാരണം ഇവർക്കുള്ള മരുന്ന്, ഭക്ഷണം, ഇവരെ നോക്കാൻ വേണ്ടി കാവലായി നിൽക്കുന്ന ആള്, അവർക്കൊക്കെ ഒരുപാട് കാശിൻ്റെ ചിലവുണ്ട്. അതൊക്കെ ഞാൻ തന്നോളാം. അപ്പോൾ ശരത്ത് പറയണ, അല്ല, ഇവരുടെ കയ്യിലുള്ള മാലയും വളയും ഒക്കെ അവിടെ, അതൊക്കെ നീ അങ്ങ് അടിച്ചു മാറ്റിയല്ലേ? അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു. എങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ അതുകൂടി നീ ചെയ്തല്ലേ? എനിക്ക് നീ എടുത്തിട്ടുള്ള മാലയുടെയും വളയുടെയും ഒക്കെ പകുതി എനിക്കും കിട്ടണം. അല്ലാതെ നീ എന്തെങ്കിലും നക്കാപ്പിച്ച് തന്നാലൊന്നും ഞാനത് വാങ്ങുകയുമില്ല. പിന്നെ എനിക്ക് നല്ലൊരു തുക നീ തരണം. അപ്പോൾ ചന്ദ്ര ശരത്ത് പറയുന്ന എല്ലാ വാക്കുകളും അങ്ങ് അനുസരിക്കുകയാണ്. അതിനെന്താ, ഞാൻ ഇതിൻ്റെ പകുതി തരാം. ശരത്ത് ആവശ്യപ്പെടുന്നതൊക്കെ ഞാൻ എത്ര വേണമെങ്കിലും തരാം. തൽക്കാലം ഇവരിപ്പോൾ കുറച്ച് നാളത്തേക്ക് പുറം ലോകം കാണരുത്. അതുവരെ ഇവരെ കസ്റ്റഡിയിൽ വെക്കണം. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബോധം വരികയാണ് പ്രേമയ്ക്ക്. അപ്പോൾ വേദന കൊണ്ട് പ്രേമ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും ശരത്ത് മൂക്കിൽ ക്ലോറോഫോം മണപ്പിക്കുകയാണ്. എന്നിട്ട് പ്രേമയുടെ ബോധം കെടുത്തുകയാണ് കേട്ടോ. എന്നിട്ട് ശരത്ത് ചന്ദ്ര പറഞ്ഞ പ്രകാരം തന്നെ പ്രേമയെ ആ വീട്ടിൽ നിന്നും കാറിൽ കയറ്റി കൊണ്ടുപോവാണ്. ഈ സമയം സിദ്ധുവിൻ്റെ അച്ഛനും രംഗനും വരികയാണ്. അപ്പോൾ കതക് പൂട്ടിയിട്ടത് കാണുമ്പോൾ പ്രേമ പുറത്തു പോയി എന്നാണ് തോന്നുന്നത്. അവളൊന്ന് പറയാതെയാണ് പോയത്. എങ്കിൽ ആ ചെടിച്ചട്ടിയിലുണ്ടാവും ചാവി എന്ന് പറയട്ടെ. അങ്ങനെ ചാവി അതിൽ നിന്ന് കിട്ടുകയാണ്. എന്നിട്ട് കതക് തുറന്ന ശേഷം രംഗ പ്രേമയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാൻ കണ്ടില്ലേ, അവൾ എന്നോട് പോലും പറയാതെയാണ് പുറത്ത് പോയത്. അവൾ ഇന്ന് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അവളെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടാണ് രംഗൻ ഇരിക്കുന്നത്. ഈ സമയം ക്രൈംബ്രാഞ്ച് ഓഫീസർ ദേവികയും മനോഹരനെയും മുത്തശ്ശിയോടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയിക്കുകയാണ്. അപ്പോൾ പാർവതിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് മുത്തശ്ശി പറയുമ്പോൾ ദേവിക പറയണേ, നിത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസർ വന്നിട്ടുള്ളത്, അല്ലാതെ അമ്മയുടെ കാര്യത്തിനല്ല എന്ന് പറയട്ടെ. അപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസർ പറയുകയാണ്, എൻ്റെ കണ്ണിൽ 2 കൊലപാതകങ്ങളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്.
അത് വിഷം ഉള്ളിൽ ചെന്നിട്ടാണ്. അത് കഴിഞ്ഞ് നിത്യയുടെ കാര്യം. അപ്പോൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒരാൾ തന്നെയാണെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. എന്തായാലും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാവും. അപ്പോൾ ദേവിക കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, നിത്യമോൾക്ക് സംഭവിച്ചതുപോലെ എൻ്റെ അമ്മയ്ക്ക് സംഭവിക്കരുത്. എൻ്റെ അമ്മ എവിടെയാണെങ്കിലും എൻ്റെ അമ്മയെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം. ഇതെല്ലാം നിങ്ങൾ വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ പാർവതിയുടെ നമ്പർ എനിക്ക് ദേവിക തന്ന അതേ നമ്പറല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ സാർ, എത്രയും പെട്ടെന്ന് ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങൾ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ക്രൈംബ്രാഞ്ച് ഓഫീസർ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഓഫീസറോട് ദേവിക പറയുന്നുണ്ട്, അല്ല അച്ഛൻ പറഞ്ഞ ആളെ നിങ്ങൾക്ക് എന്താ കസ്റ്റഡിയിലെടുത്താൽ എന്ന് ചോദിക്കുമ്പോൾ, കസ്റ്റഡിയിലെടുത്തതാണല്ലോ, ചോദ്യം ചെയ്യുകയും ചെയ്തു, പക്ഷേ വിദഗ്ധമായ ഉത്തരം തന്ന് അവൻ കടന്നു കളഞ്ഞു. ദേവിക പറയണ, നിങ്ങൾ വിചാരിച്ചാൽ ഉറപ്പായും അവരെ കൊടുക്കാൻ കഴിയും. നിങ്ങൾ ആരും മനസ്സ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിയമം കയ്യിലെടുക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തന്നെ വരും. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളെ കൊണ്ട് വരുത്തിക്കരുത്. സംസ്ഥാന പോലീസ് കാര്യമായി വ്യക്തമായി അതൊന്നും അന്വേഷിക്കാത്തത് കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിനെ ഏൽപ്പിച്ചത്. നിങ്ങളും അതുപോലെ തന്നെയാണെങ്കിൽ പിന്നെ എല്ലാ നിയമവും ഞങ്ങൾ തന്നെ കയ്യിലെടുക്കേണ്ട അവസ്ഥ വരും. ഞാനതെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചതായിരുന്നു. ആ സമയത്താണ് അമ്മയുടെ കാണാതാവൽ. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരുത്തിക്കാതെ സാറ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ, എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ക്രൈംബ്രാഞ്ച് ഓഫീസർ പോകുന്നത്. പിന്നീട് തങ്കച്ചിയുടെ അടുത്തേക്ക് ചന്ദ്ര വരികയാണ്. എന്നിട്ട് കാശിൻ്റെ അത്യാവശ്യത്തെക്കുറിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ തങ്കച്ചി പറയുന്നത്, നിനക്കെന്താ കാശിന് ഇത്രയ്ക്ക് അത്യാവശ്യം? എനിക്കൊരു പൊട്ടു വാങ്ങാൻ പോലുമുള്ള കാശ് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തങ്കച്ചി എന്നെ ഒന്ന് സഹായിക്കണം. തങ്കച്ചി എന്നെ വെറുതെ സഹായിക്കേണ്ട, എൻ്റെ കയ്യിൽ കുറച്ച് ആഭരണങ്ങളുണ്ട്, അത് തങ്കച്ചി എടുത്താൽ മതി. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള പണം തങ്കച്ചി തന്നാൽ മതി. അപ്പോൾ തങ്കച്ചി പറയണ, നിൻ്റെ കയ്യിൽ ആഭരണങ്ങളോ? നീ എവിടുന്ന് മോഷ്ടിച്ചതാണ്? അത് പിന്നെ തങ്കച്ചി, ഞാൻ തങ്കച്ചിയിൽ നിന്നും ഒന്നും മറച്ചു വെക്കുന്നില്ല. ഈ ആഭരണങ്ങളെല്ലാം തന്നെ പ്രേമേച്ചിയുടേതാണ്. അപ്പോൾ ഇത് ഞാനെടുത്താൽ അത് എനിക്ക് നാളെ ഒരു വയ്യാവേലി ആകുമോ? അതൊന്നുമില്ല തങ്കച്ചി. അപ്പോൾ തങ്കച്ചി പറയണ, ആ വയ്യാവേലി ആയാലും കുഴപ്പമില്ല, എനിക്കറിയാം ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത്. എന്തായാലും നീ ആവശ്യപ്പെട്ട തുക ഞാൻ നിനക്ക് തരാം. പ്രേമയുടെ സ്വർണ്ണങ്ങളൊക്കെ എനിക്ക് തന്നേക്ക് എന്ന് പറഞ്ഞ് തങ്കച്ചി പ്രേമയുടെ കയ്യിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുകയാണ്. ഈ സമയം തങ്കച്ചി പറഞ്ഞ പ്രകാരം തന്നെ പൊന്നുമണി സ്റ്റേഷനിൽ നിരഞ്ജനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. നിരഞ്ജനും അക്ഷരയ്ക്കുമെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് നിരഞ്ജൻ്റെ അമ്മയോട് പറയുകയാണ്, സ്റ്റേഷനിൽ നിന്നും മാഷേട്ടനെ വിളിച്ചില്ലേ, ഞാനാണ് പരാതി കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിരഞ്ജൻ്റെ അമ്മ അതൊരു പുല്ല് വിലയിലാണ് എടുക്കുന്നത്. നീ പരാതി കൊടുത്താലും ഒരു കുഴപ്പവുമില്ല. നീ സ്വയം നശിക്കാൻ തീരുമാനിച്ചവളാണ്. നിന്നെ രക്ഷിക്കാൻ ഇനി ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. അപ്പോൾ എൻ്റെ പുറകിൽ ആളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിൻ്റെ പുറകിൽ ആളുണ്ട്, അതുകൊണ്ട് തന്നെയല്ലേ ഞങ്ങൾ ഈ പറയുന്നത്. നീ നശിക്കുന്നത് വരെ നിൻ്റെ പുറകിൽ ആളുണ്ടാവും. നീ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ പൊന്നുമണി പറയണേ, എന്നെ സഹായിക്കാൻ അതിന് ആരും വേണ്ട. സ്വന്തം അച്ഛന് പോലും സഹായിക്കാൻ കഴിയാതെ ഇട്ടെറിഞ്ഞു പോയില്ലേ, പിന്നെ മറ്റുള്ളവരും ഇട്ടെറിഞ്ഞു പോയി എന്ന് കരുതി എനിക്കൊരു കുഴപ്പവുമില്ല എന്നും പറഞ്ഞാണ് പൊന്നുമണി പോകുന്നത്. പിന്നീട് ശരവണൻ പൊന്നുമണിയുടെ അടുത്തേക്ക് വരികയാണ്. പോലീസിനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരാതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരവണൻ ഒരു പേടിയോട് കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ തങ്കച്ചി നമ്മളോടൊപ്പം ഉണ്ട്, തങ്കച്ചി നല്ല മനസ്സുള്ള ഒരാളാണ്. അപ്പോൾ ശരവണന് പറയുന്ന, തങ്കച്ചി നല്ല മനസ്സുള്ള ആൾ തന്നെയാണ്, പക്ഷേ പോലീസ് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത്? പൊന്നുമണിയും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്നാണ് പറയുന്നത്. അതെന്താ ശരവണന് ഇത്രയ്ക്ക് പേടിയാണോ? ഞാൻ കരുതിയത് ശരവണൻ നല്ല ധൈര്യമുള്ള ആളാണെന്നാണ്. പോലീസ് ചോദിച്ചാൽ ഞാനും ശരവണനും തമ്മിൽ ഫ്രണ്ട്സുകളാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറഞ്ഞാൽ മതി. എന്താ ശരവണന് ഇത്രയ്ക്ക് ധൈര്യമില്ലേ? എനിക്ക് ധൈര്യമില്ലാഞ്ഞിട്ടല്ല, പൊന്നുമണിയെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ പൊന്നുമണി പറയണേ, ഞാൻ ഒരിക്കലും ശരവണനെ കൈവിട്ട് കളയില്ല. നമുക്കിപ്പോൾ തങ്കച്ചി പറഞ്ഞ പ്രകാരം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. തങ്കച്ചി ഒന്നും കാണാതെ ഒന്നും പറയില്ലല്ലോ. അങ്ങനെ നിരഞ്ജനെതിരെ പൊന്നുമണിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് സ്റ്റേഷനിൽ. ഈ സിദ്ധുവും രംഗനും വീട്ടിലെത്തിയ ശേഷമാണ് പ്രേമയെ ആ വീട്ടിൽ കാണാനില്ല എന്നുള്ള കാര്യം അറിയുന്നത്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.